ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. മറ്റു കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണും നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. അതായത് എൻ്റെ ഒരു യൂട്യൂബ് യാത്ര ഒരു 4.5 വർഷം, ഒരു 5 വർഷം, അങ്ങേറ്റം നമുക്കൊരു 5 വർഷത്തിൽ 5 വർഷം കൊണ്ട് ഞാൻ ഓടിച്ചുകൊണ്ട് പോയ എൻ്റെ ഒരു ചാനലിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പം എൻ്റെ കൂട്ട് ഇതിപ്പോൾ ഞാൻ സംസാരിക്കാൻ നിങ്ങളുടെ മുന്നിൽ വന്നതെന്ന് വെച്ചാൽ എനിക്ക് യൂട്യൂബ് വരുമാനം കിട്ടി തുടങ്ങി. അപ്പം ഞാനത് പറയുന്നതെന്ന് വെച്ചാൽ എന്നെപ്പോലെ ഒരുപാട്, അതായത് ഒരുപാട് സാധാരണ വീട്ടമ്മമാർ ഒത്തിരി പേര് കാണും. യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ചാനൽ തുടങ്ങിയിട്ട് ഇങ്ങനെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണോ, സ്റ്റോപ്പ് ചെയ്യണോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് എൻ്റെ ഈ ഒരു വീഡിയോ കേട്ടോ. അതായത് ഒരു ചെറിയൊരു മോട്ടിവേഷൻ എന്ന് പറയാം കേട്ടോ. അത്ര മോട്ടിവേഷൻ പറയാൻ പറ്റിയ ഒരാളൊന്നുമല്ല, എങ്കിലും ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്ത പോലെ എന്നെപ്പോലെയുള്ള സാധാരണപ്പെട്ട വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ളതാണ്. അതല്ല വലിയ വലിയ യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ യൂട്യൂബ് വരുമാനം വാങ്ങിക്കുന്നവർക്കും ഉള്ള വീഡിയോ അല്ല കേട്ടോ. നമ്മുടെ സാധാരണ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ നമുക്ക് വീഡിയോ കാര്യങ്ങളിലോട്ട് കിടക്കാം കേട്ടോ. കാര്യങ്ങൾ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, കാര്യത്തിലോട്ട് കിടക്കാവേ. ഇപ്പം എൻ്റെ ചാനൽ നിങ്ങൾ കാണുക, ലെച്ചൂസ് മോനസ് വേൾഡ്. എൻ്റെ മക്കളുടെ പേരാണ് ചാനലിന് ഇട്ടേക്കുന്നത്. അപ്പം എൻ്റെ ആ ഒരു ചാനൽ ഇപ്പം ഒരു 4.5 വർഷം കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ആ ഒരു ചാനൽ ഓടാൻ തുടങ്ങിയിട്ട്. പക്ഷേ എനിക്ക് വരുമാനം എൻ്റെ കയ്യിൽ കിട്ടിയത് 2 മാസം ആയതേ ഉള്ളൂ കേട്ടോ. അതായത് മെയ് ലാസ്റ്റാണ് എനിക്ക് ഈ 4.5 വർഷത്തെ പ്രതിഫലം എനിക്ക് കിട്ടിയത്. മെയ് 2025 കിട്ടിയത്. അപ്പം യാത്രകൾ, ഞാനൊരു ചാനൽ തുടങ്ങി. അപ്പോൾ എൻ്റെ മൂത്താൾ പാട്ട് പഠിക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ ചെറിയ ചെറിയ പാട്ടുകളും കുഞ്ഞുങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങളും ഒക്കെ ഇട്ട്. അപ്പം ഞാൻ വലുതായിട്ട് യൂട്യൂബ് ചാനൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. നമ്മളത് വലുതായിട്ട് വലിയ ചെക്കിങ് ഒന്നും കാര്യങ്ങളില്ല. പിന്നെ കുഞ്ഞുങ്ങളിങ്ങനെ കുഞ്ഞുങ്ങളിങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ ഇടുന്നത് എന്നുള്ള ഒരു ചാനലിൻ്റെ രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അന്നത്തെ ആ റൂള് ഇന്നും സെയിം ആണ് റൂള്. 1000 സബ്സ്ക്രൈബേഴ്സ്, 4000 വാച്ച് അവർ. അപ്പോൾ ഈ 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നത് ഇങ്ങനെ നോക്കി ഇരുന്നിട്ടുണ്ട് കേട്ടോ. 1, 2, 3 അങ്ങനെ നമ്മൾ നോക്കിയിരുന്നിട്ടുണ്ട്. അതിലോട്ട് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. വാച്ച് ടൈമിനെ കുറിച്ചൊന്നും അന്ന് അറിയത്തില്ല സത്യം പറഞ്ഞാൽ കേട്ടോ. നമ്മൾ ഈ സബ്സ്ക്രൈബർ കൗണ്ട് കൂടുന്നത് നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യൂ വരുന്നത് കൂടിയിട്ടുണ്ട്. ജസ്റ്റ് 50, 100, 120, 150 അങ്ങനെ ഒരു 200 വ്യൂ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം. 200 വ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം നമ്മൾ അങ്ങനെ യൂട്യൂബ് ചാനൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു കേട്ടോ. അപ്പം നമുക്ക് പിന്നെ ആദ്യ സ്റ്റേജിലൊക്കെ എന്ന് പറയാമോ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാമോ, നമുക്ക് സബ്സ്ക്രൈബ് തരുമോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, പിന്നെ മെമ്പേഴ്സ്, അതുപോലെ നമ്മുടെ നെയ്ബേഴ്സ്, നമുക്ക് അറിയാവുന്നവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ അങ്ങനെ പുറകെ നടന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം 4.5 വർഷമായി ചാനൽ കൊണ്ടുപോയെങ്കിലും ഏകദേശം ഒരു 2 വർഷം കേട്ടോ. അതും കൂടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു 2 വർഷം കൊണ്ടാണ് ഞാൻ യൂട്യൂബ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് മറ്റേത് മക്കളുടെ കയ്യിലോട്ടായിരുന്നു. അവരാണ് എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചെയ്തിടും. പക്ഷെ ഞാനത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ എടുത്തപ്പം, അതായത് ഒരു 2 വർഷം ഞാൻ എന്തെങ്കിലും വീഡിയോസ് ഇടുന്നത്, റീൽ ഇടുന്നത്, അങ്ങനെയാണ് ഞാൻ യൂട്യൂബിലോട്ട് ഇറങ്ങിയത്. അതുവരെ മക്കളായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് വേറെ ജോബില്ല. നമ്മൾ പഠിച്ചു എന്നുള്ളതല്ലാതെ നമുക്ക് മക്കളായി, കുടുംബമായി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിക്കഴിയുമ്പോൾ നമ്മളുടെ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ വിചാരിച്ച് എന്തായാലും നമുക്ക് നോക്കാം. ഇതൊരു സോഷ്യൽ മീഡിയയിലെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് എന്നിട്ട് വിശ്വാസമൊന്നുമില്ല എന്നിങ്ങനെ മനസ്സിൽ ആലോചിച്ചിട്ടാണ് ഓരോ വീഡിയോസും, പ്രത്യേകിച്ച് വലിയ വീഡിയോസ് ഒന്നുമില്ല. എൻ്റെ ചാനൽ ചെക്ക് ചെയ്യുന്നവർക്കറിയാം, വലിയ സംഭവങ്ങളൊന്നും വീഡിയോയിലില്ല, യാത്രകളില്ല. ഹസ്ബൻഡ് ലീവിന് വരുമ്പോൾ മാത്രം ജസ്റ്റ് എവിടെയെങ്കിലും പോയാൽ മാത്രം ഒരു വീഡിയോ എടുക്കുക, കൂടുതൽ ഷോർട്സ്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കൂടാൻ ഒരു
കാര്യം ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നമുക്ക് ഷോർട്സ് ചെയ്യുന്നതാണ്. സബ്സ്ക്രൈബ് കൗണ്ട് കൂടാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഷോർട്സ് ചെയ്യുക. ഷോർട്സ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് സബ് കൂടും. പക്ഷേ നമുക്ക് വാച്ച് ടൈം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് വീഡിയോ തന്നെ ചെയ്യണം. അതായത് ഒരു 8 മിനിറ്റ്, ഒരു 6 മിനിറ്റ് 8 മിനിറ്റുള്ള വീഡിയോ ചെയ്യുമ്പോഴേ നമുക്ക് വാച്ച് ടൈം കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഷോർട്സിന് നമുക്ക് വാച്ച് ടൈം കംപ്ലീറ്റ് ആവത്തില്ല, സബ് മാത്രം നമുക്ക് കൂടും. പക്ഷേ ഈ സബും വാച്ച് ടൈമും ഒരുപോലെ കൂടിയാലേ, ഒരേപോലെ വരുമ്പോഴേ നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആകത്തുള്ളൂ. അതായത് 1000 സബും 4000 വാച്ച് ടൈമും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ ഒരു ലോങ് വീഡിയോസ് ലേറ്റസ്റ്റ് ആയിട്ടാണ് എൻ്റെ ഒരു 2-3 ലോങ് വീഡിയോസ് നല്ലപോലെ 3 ലാക്ക് 4 ലാക്കൊക്കെ പോയത്. അപ്പോഴത്തേനാണ് എനിക്ക് എമൗണ്ട് കയ്യിൽ വരുന്ന ആ ഒരു സ്റ്റേജിലോട്ട് കയറി. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ലോങ് വീഡിയോ ആണ് നമുക്ക് എപ്പോഴും വാച്ച് ടൈം കൂട്ടിത്തരുന്നതും നമുക്ക് വ്യൂസ് കൂടുതൽ വരുന്നത്. അങ്ങനെയെല്ലാം ലോങ് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക അത്യാവശ്യം. ഇപ്പോൾ എന്നെപ്പോലെ സാധാരണ നമ്മൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർ വിചാരിക്കും എന്ത് വീഡിയോ ചെയ്യുമെന്ന്. ജസ്റ്റ് നമ്മുടെ വീട്ടിൽ എന്താണോ നടക്കുന്നത്, നമ്മുടെ ദൈനംദിനത്തിൽ നടക്കുന്ന, നമ്മുടെ കിച്ചണിലെയോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അത് നമ്മൾക്ക് അതേ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ ചെയ്യുക. നല്ലതുപോലെ എഡിറ്റ് ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സക്സസ് ഉണ്ടാകും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എനിക്കിപ്പം ഫസ്റ്റ് പേയ്മെൻറ്റ് എനിക്ക് കിട്ടി. ഇനിയിപ്പോൾ അപ്പോൾ സെക്കൻഡ് പേയ്മെൻറ്റിനോട് അടുത്തു. അപ്പോൾ അത് എനിക്ക് കിട്ടാറായി. അപ്പോൾ എന്തും ആയിക്കോട്ടെ, നമ്മളിപ്പം എല്ലാവരും വിചാരിക്കും പിന്നെ 5000 അല്ലെങ്കിൽ 6000 10000 അത് വലിയ തുകയാണെന്ന്. പക്ഷെ നമ്മളെപ്പോലെ വീട്ടിലിരുന്ന് പോയ വീട്ടമ്മമാർക്ക് അത് ഭയങ്കര തുകയാണ്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരിക്കലും ചാനൽ നിർത്തിപ്പോകരുത് കേട്ടോ. ഒരു ചാനൽ, ഒരു യൂട്യൂബ് ക്രിയേറ്റർ ആണെങ്കിൽ ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യരുത്. പിന്നെ ചിലർക്ക് ലക്കാണ്, പെട്ടെന്ന് കയറി ക്ലിക്കാവും വീഡിയോസൊക്കെ. 1 മാസം 2 മാസം 3 മാസം കൊണ്ടൊക്കെ വരുമാനം കയ്യിൽ മേടിച്ചവരുണ്ട്. അതവരുടെ ലക്ക്. പിന്നെ നമ്മളിങ്ങനെ ചെറിയ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ 101% നമുക്ക് യൂട്യൂബിൽ നിന്നൊരു വരുമാന മാർഗ്ഗം നേടാൻ പറ്റും. ഒരിക്കലും നമ്മൾ പകുതിക്ക് വെച്ചിട്ട് ഉപേക്ഷിച്ച് പോകരുത്. അങ്ങനെ കിടന്നോട്ടെ. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സമയത്തൊക്കെ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ മതി. വീഡിയോസും കാര്യങ്ങളൊക്കെ വ്യൂ കയറിക്കോളും തനിയെ. നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുകയും നമുക്ക് പൈസ കിട്ടുകയും എല്ലാം നടക്കുന്നതായിരിക്കും. അപ്പോൾ അതിനൊരു സാക്ഷി, ഒരു എന്താ പറയുക, സാധാരണ ഒരു വീട്ടമ്മയാണ് ഞാനും. എനിക്കത് പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് പറ്റും. ആരും വിഷമിച്ച് ഇപ്പോഴും 100, 200, 500 ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ആയവർ ഒരുപാട് പേരുണ്ട്. അവരാരും വിഷമിക്കരുത്. ചാനൽ മുന്നോട്ട് തന്നെ കൊണ്ടുപോവുക. അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്. നമുക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം ഇതിൽ നിന്നുണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുക. പിന്നെയെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക കേട്ടോ. അല്ലാതെ നമ്മൾ ഇപ്പം ഇന്ന് വീഡിയോ ഇട്ടു, പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ പിന്നെ ഒരു 20 ദിവസം കഴിഞ്ഞിട്ട്, അങ്ങനെയല്ല കേട്ടോ. നമ്മൾ കുറഞ്ഞത് നമ്മൾ ഒരു ദിവസം ഷോർട്സ് ആണെങ്കിൽ ഒരു 2 വീഡിയോസൊക്കെ ഇടാം. ഷോർട്സ് ലോങ് ആണെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാം. അല്ലാതെ നമ്മൾ അങ്ങേയറ്റം ഒരു 2 ദിവസത്തെ 3 ദിവസത്തെ ഗ്യാപ്പിനുള്ളിൽ നമ്മൾ വീഡിയോസ് ഇടണം കേട്ടോ. എങ്കിലേ അത് നമ്മുടെ ഹോം പേജിൽ കിടന്ന് നമ്മൾ ആളുകളിലോട്ട് എത്തത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം പറഞ്ഞു തന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അറിയാനൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ. ധൈര്യമായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കാം. ഞാൻ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ചെറിയ മോട്ടിവേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതായത് ചാനൽ നിർത്താൻ പോകുന്ന സക്സസ് ആവത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ് ഇത്. അവർക്ക് യൂസ്ഫുൾ ആയെങ്കിൽ സന്തോഷം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻസ് ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് പറയുക. എന്താണെങ്കിലും കേട്ടോ, നിങ്ങൾക്ക് എന്തറിയണമെങ്കിലും ചോദിക്കുക, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടാറ്റാ.